അരയാളം
എന്ത് ഏർപ്പാടാ അവസാനമില്ലാത്തൊരു കളി? ഇത് പണിക്കരെ തനിക്ക് വല്ല വിവരമുണ്ടോ? ഉദിച്ച് ഉച്ചയിലായി. ഈ ലൈറ്റെങ്കിലും അണച്ചൂടെ? കറണ്ട് ബില്ല് ഇതുവരെ കെട്ടിയിട്ടില്ലെന്ന് അറിഞ്ഞൂടെ? അമ്മാവനാ ഇയാൾ എങ്ങനെ വഷളാക്കുന്നത്? അതെ അതെ, യഥാ രാജ തഥാ പ്രജ. അമ്മാവാ കാപ്പി. പഞ്ചസാര ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഉണ്ടാവും? ഇയാൾ ഇവിടെ കുത്തിയിരിക്കയില്ലേ ഇരുട്ടി വെളുക്കോളം? ഒരു സാധന ഇല്ല. ഞാൻ 2 ദിവസമായി പറയാണ് ആ തേങ്ങാ കച്ചവടക്കാരനെ കണ്ട് കുറച്ച് പൈസ വാങ്ങി അരിസാധനമൊക്കെ വാങ്ങാൻ. കേക്കണ്ടേ? കൽപ്പിച്ച് അടിയനോട് ഒന്നും തോന്നരുത്. അയാൾ ഇനി പൈസ തരുമെന്ന് തോന്നണില്ല. പറ്റുറയായി. നേരം വെളിച്ചാവുമ്പോ എതിര് പറയാതോ. തനിക്കൊന്ന് ചോദിച്ചൂടെ? അടിയൻ ഒരു അടിയൻ. താൻ താഴ്ചന്ന് കാപ്പി എടുത്തു കുടിക്കും. അടിയൻ അമ്മാവനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രാരബ്ധങ്ങളായിരിക്കും. കടക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യ. മോന്റെ കത്ത് ഇന്നലെ ഉണ്ടായിരുന്നു. മഹേന്ദ്രവർമ്മ എന്താണ് എഴുതിയിരിക്കുന്നത്? നേരത്തെ എഴുതിയതൊക്കെ തന്നെ. അവന് ഡൽഹിയിൽ കഴിയാൻ വയ്യത്രേ. എന്റെ മോൻ വല്ല നാട്ടിലും കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? അവന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. ചേച്ചി എന്തായത്? പാറുകുട്ടി അവനെ ഞാൻ നൊന്ത് പെറ്റതല്ലേ? പ്രസവിച്ച ചേച്ചിയാണെങ്കിലും അവൻ എന്റെ ഒക്കത്തൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ഇത് പണയം വെച്ചോ വിറ്റോ മഹേന്ദ്രന് പണം അയക്കാൻ പറയുമോ പണിക്കരോട്? പാറുകുട്ടി നിന്റെ കഴുത്തിലൊന്നുമില്ലാതെ എന്റെ കഴുത്ത് പോട്ടെ. നമ്മുടെ മകൻ വല്ല നാട്ടിലും നടന്നിട്ടുണ്ടരുത്. അമ്മാവനോട് പണിക്കര് വല്ലതും പറഞ്ഞോ? അമ്മാവനോട് പറയാൻ പണിക്കർക്ക് മടി തോന്നിക്കാണും. എനിക്ക് കാര്യം പറയൂ. നമ്മുടെ അടയ്ക്കാത്തോട്ടം കരാറെടുക്കാറുള്ള അന്തോണിയുടെ മോൻ ഉറുമീസില്ലേ, ആ മുതലാളി, അയാളുടെ കുഞ്ഞുങ്ങളെ പാട്ടും നൃത്തവും പഠിപ്പിക്കാൻ പാറുക്കുട്ടിയെ കൊണ്ട് ഒക്കുമോന്ന്. ലക്ഷ്മിബായി, ആദിനാട്ടു കൊട്ടാരത്തിലെ കൊച്ചുതും പുരാട്ടി ഒരു നശ്രാണിയുടെ വീട്ടിൽ പണിക്ക് പോകണമെന്നോ? അറിയാവുന്ന വിദ്യ ആർക്കായാലും പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണോ അമ്മാവ? പാർവതിബായി, ഈ കൊട്ടാരത്തിന്റെ മാനം പറഞ്ഞിരുന്ന വയറിനറിയുവോ? മാനം പറഞ്ഞിരുന്ന മഹേന്ദ്രവർമ്മയുടെ പഠിപ്പ് നടക്കൂ? മാനം പറഞ്ഞിരുന്ന സുഭദ്ര ചേച്ചിയുടെ കല്യാണം നടക്കൂ? പാർവതിബായി, നിങ്ങൾക്ക് താഴേക്ക് പോകാം. അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. അമ്മാവ, ഈ കൊട്ടാരം എങ്ങനെ ഇരുന്നതാണ്? എന്റെ താഴ്വഴി ഈ വഴിയിലായിപ്പോയല്ലോ. എടോ അടിയൻ, നാം ഒന്നുകൂടി ആലോചിച്ചപ്പോ പാർവതിബായി പറഞ്ഞതിലും കാര്യം. അവൾ ബുദ്ധിശാലിയാ. അവനവൻ അറിയാവുന്ന വിദ്യ ആർക്കായാലും പറഞ്ഞു കൊടുത്താൽ എന്താ? അല്ലേ? അതെ, വിദ്യാപനം സർവധനാൽ പ്രധാനം. എടുത്തോ നിന്റെ പാരഞ്ചൊല്ല്. താൻ പോയി ആ ഊർമി സിറ്റണമെന്ന് വരാൻ പറ. ഞാൻ അയാളെ ഒന്ന് കാണട്ടെ. അവന്റെ അപ്പനെയല്ലേ അറിയൂ. ഞായറാഴ്ച തന്നെ ആകട്ടെ. അന്ന് അയാൾ കൂണും കോവിലകത്താകാം. അടി നമസ്കാരം. തമ്പുരാൻ മുകളിലുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഓഹോ, കുട്ടപ്പ, ആ പെട്ടി എടുത്ത് മോളിൽ കൊണ്ടുവരൂ. ഇതിലെ വന്നോളൂ.
ആ വരൂ വരൂ വരൂ. ഇരുന്നട്ടെ തിരുമേനി, ഇരുന്നട്ടെ. തന്നെ കാണണമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി കാത്തിരിക്കുന്നു. ദാ. ഇവൻ വിദേശിയാണല്ലോ. അതെ. എന്നാലൊന്ന് അയക്കളയാം. ഇരിക്കൂ. ഇവനും വിദേശിയാണല്ലോ. അതെ. നമുക്കിതിൽ താല്പര്യമുണ്ടെന്ന് തനിക്ക് എങ്ങനെ അറിയാം? അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണിക്കരെ, അന്തോണിക്ക് നമ്മെ വലിയ കാര്യമായിരുന്നു. നമ്മുടെ അടയ്ക്കാത്തോട്ടം ലേലം ചെയ്തിട്ടാ അന്തോണി ബിസിനസ് തുടങ്ങിയത്. നല്ല ഐശ്വര്യമുള്ള തുടക്കമായിരുന്നു. അടയ്ക്കാ ബിസിനസ്സിലൂടാ അന്തോണി കേമനായത്. എല്ലാം ഉറുമീസിനറിയാമല്ലോ. എല്ലാം അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒഴിക്കടാ. കാലം പോണ പോക്കേ ഈ കോയില എങ്ങനെ ഇരുന്നത് എല്ലാം നശിച്ചു. ഇപ്പോൾ ഈ ഗതിയുമായി. അതെന്താ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നേ? കഴിക്കൂ. ഞാനങ്ങനെ പകൽ കഴിക്കാറില്ല. പിന്നെ ഇവിടത്തേക്ക് വേണ്ടി ഒഴിച്ചെന്നേ ഉള്ളൂ. ഉച്ചതിരിഞ്ഞ് എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. ഓഹോ, അപ്പോൾ ഊണ് കഴിച്ചിട്ട് പോവാം. എന്താ? വേണ്ട വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അത് പറ്റൂല. ഇവിടെ പണിക്കരെ ചെല്ലടോ അങ്ങോട്ട്. താങ്ങുണ്ടി അത് കൊള്ളാം. അപ്പോ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, കോയിലകത്ത് സ്ഥിതി അത്ര കഷ്ടത്തില. ഉറുമീസിനോടായോണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പാർവതിഭായിയെ പണിക്ക് അയക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്നറിയാമല്ലോ. അതിന് ഇതൊരു പണിയായിട്ട് വിചാരിക്കില്ല. പറഞ്ഞതേ ഉള്ളൂ. അന്തോണിയോടുള്ള അടുപ്പം വെച്ച് നോക്കുമ്പോ തന്റെ വീട് ഒരു അന്യ വീടായിട്ട് തോന്നുന്നില്ല. അതെന്റെ ഭാഗ്യം. തമ്പുരാട്ടിക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. കുട്ടപ്പൻ നേരെ കാറുമായിട്ടുണ്ടോ എന്ന് വിളിച്ചോണ്ട് പോവും, അതുപോലെ തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്യും. അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞു മുടക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ നാളെ മുതൽ പാറുകുട്ടി ഉദ്യോഗസ്ഥ. ലക്ഷ്മിബായി, നിങ്ങൾ മൂന്നാളും ഇങ്ങോട്ടൊന്ന് വരൂ. ദേ, അമ്മാവൻ വിളിക്കുന്നു. പോ. എന്താ അവിടെ നിൽക്കണേ? നീ അടുത്ത് വരൂ. മനസ്സിലായല്ലോ, എന്റെ മരുമക്കളാ. മനസ്സിലായി. ഇത് ലക്ഷ്മിബായി, ഇത് സുഭദ്രാബായി, ഇത് പാർവതിബായി. സദ്യ അസലായി. ഇങ്ങനെ ഊണ് ഞാൻ ഇതിൽ കൊണ്ടിട്ടില്ല. അങ്ങനൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞ പോലെ നാളെ തന്നെ കാർ അയക്കാം. അപ്പോഴേ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് വരൂ. നമസ്കാരം. അട്ടെ, ഉറുമീസ് പറഞ്ഞത് ശരിയാ. ഇത്രയും നല്ലൊരു ഊണ് ഞാൻ ഈ അടുത്ത കാലത്ത് എങ്ങും കഴിച്ചിട്ടില്ല. നിങ്ങൾ പോയി ഊണ് കഴിക്കും. ഞാനൊന്ന് കിടക്കട്ടെ. പണിക്കരെ. നല്ല രസമുണ്ട് ഇപ്പൊ പാർക്കുട്ടിയെ കാണാൻ. അല്ലേ ചേച്ചി? കാപ്പി. കൊച്ചൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥയ്ക്ക് കാപ്പി ഇവിടെ. നമ്മൾ വേണമെന്ന് വെച്ചാ അടുക്കള ചെന്ന് ഉണ്ടാക്കി കുടിക്കണം, അല്ലേ? കാറ് വന്നു. ഞാൻ മോളിൽ ചെന്ന് അമ്മാവനെ കണ്ടിട്ട് വരാം. അമ്മാവൻ ഉമ്മർത്തുണ്ട്. നിന്നെ യാത്രയ്ക്കാൻ കാത്തിരിക്കുക. ചെല്ല്. പോയി വരൂ പാർവതിഭായി. നമ്മുടെ വംശമഹിമ മറക്കാതിരിക്കുക. ഉറുമീസ് നല്ലവനാ. അവൻ എന്നോട് കാട്ടിയ ആദരവ് കണ്ടില്ലേ? അതേ ആദരവ് നിന്നോടും കാട്ടും. സംശയിക്കണ്ട. പോയി വരൂ. വരട്ടെ. വരട്ടെ ചേച്ചി. ശരി മോളെ.
പാർവതിഭായി നമ്മുടെ ഈ തറവാട് രക്ഷിക്കും. മകം കുറഞ്ഞ മങ്കയാണവൾ, അറിയുമോ? വന്നോട്ടെ വന്നോട്ടെ. എങ്ങോട്ടിരുന്നു? ഇരുന്നോട്ടെ ഇരുന്നോട്ടെ. ഇരിക്കൂ. വാ, ഇങ്ങോട്ട് വാ മക്കളെ. കാറ് വന്നാലുടനെ ഞാൻ പോയി ടീച്ചറെ വിളിച്ചോണ്ട് വരുമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ മത്സരിച്ച് നിന്നിട്ട് കാറ് വന്നപ്പോ പൂച്ചയ്ക്ക് കയറിട്ട പോലായി. എന്നിട്ടോ രണ്ടാളും കൂടെ എന്നെ തള്ളിവിടുക, മമ്മി പോയി വിളിച്ചോണ്ട് വന്നും പറഞ്ഞു. മമ്മി വിളിച്ചോണ്ട് വന്നപ്പോഴോ പോയി ഇരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങോട്ട് വാ മക്കളെ. ആ, ഇവിടത്തേക്ക് കുടിക്കാൻ എന്താ? കാപ്പിയോ ചായയോ? ഇപ്പൊ ഒന്നും വേണമെന്നില്ല. ആ, അത് പറ്റത്തില്ല. ചായയോ കാപ്പിയോ അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും. എന്നാ കാപ്പി മതി. ആ, അച്ചായനെ കാണുന്നില്ലല്ലോ. അച്ചായ, അത് പറ്റില്ല. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാ ഞാൻ ഇപ്പൊ പോവും. മോളുടെ പേരെന്താ? റോസി. മോളുടെ പേര്? നല്ല പേര്. ഡാൻസ് പഠിക്കാൻ ഇഷ്ടമാണോ? ആട്ടെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? സാരമില്ല, ഇരുന്നാട്ടെ. പിന്നെ ഞാനും നിൽക്കാം. അതിഥി ഇരിക്കാതെ ഞാനിരിക്കുന്ന മര്യാദയില്ലല്ലോ. ക്ഷമിക്കണം, ഞാൻ കുളിക്കുകയായിരുന്നു. വന്നിട്ട് വളരെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. മോള് കാപ്പി കുടിച്ചോ? അച്ചായന് കാപ്പി വേണം. അപ്പോഴേ ഇന്ന് പഠിപ്പിക്കൊന്നും വേണ്ട. നിങ്ങളൊക്കെ തമ്മിലൊന്ന് പരിചയപ്പെടണ്ടേ, പ്രത്യേകിച്ച് കുട്ടികളും ചേച്ചിയും തമ്മിൽ. അവ ഞാൻ വരട്ടെ. കാപ്പി കഴിച്ചാട്ടെ. എന്ത് രസമുള്ള കുട്ടികളാണെന്നോ. കാഴ്ചക്ക് മദാമ്മ കുട്ടികളെ പോലുണ്ട്. എന്നെ ടീച്ചറെന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേച്ചിന്ന് വിളിച്ചാ മതിയെന്ന്. ചേച്ചിയോ? നന്നായി. കൊച്ചമ്പ്രാട്ടിന്ന് വിളിച്ചാ എന്താ ഞങ്ങൾക്ക്? കുട്ടികളല്ലേ. എന്ത് വിളിക്കണമെന്നുള്ളതല്ല, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. കേട്ട് പഠിക്കണോ? പിന്നെന്ത് ചോദിച്ചു? എന്നിട്ട് അവര് ചോദിക്കാനേ ഞാൻ രാജകുമാരി അല്ലേന്ന്, ചേച്ചി ഭരിക്കുന്ന രാജ്യം ഏതാന്നൊക്കെ. നന്നായി നൃത്തം ചെയ്യും. എന്നെ കാണിച്ചു തന്നു. പിന്നെ പാർവതിഭായി എന്താ പഠിപ്പിക്കുക? അവര് കാട്ടുന്ന പാശ്ചാത്യ നൃത്തമാണ്. ഞാൻ പഠിപ്പിക്കാൻ പോണ നമ്മുടെ നൃത്തവും നമ്മുടെ സംഗീതവും. വാ പാർക്കുട്ടി, ആഹാരം കഴിക്കാം. ഏതായാലും എന്റെ കൊച്ചമ്പ്രാട്ടിക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞ മട്ടുണ്ട്. താം തിത്താ തേ ദിത്തേ 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 താം തിത്താ തേ ദിത്തേ. തിന്തിമിയാട് തക ജണു തക തന്നാനമാട് സരി ഗപ ഗപ തക തിന്തിമിയാട് തക ജണു തക തന്നാനമാട് ആലോലമാട് അമ്മാനമാട് മാനാട് മയിലാട് ചാഞ്ചാടിയാട് തക തിന്തിമിയാട് തക ജണു തക തന്നാനമാട്.
തിന്തിമി തക്ക തിന്തിമിയാട് തക്ക ജണു തക്ക തന്നാനമാട് തക്ക തിന്തിമിയാട് തക്ക ജണു തക്ക തന്നാനമാട് ആലോലമാട് അമ്മാനമാട് മാനാട് മയിലാട് ചാഞ്ചാടിയാട് ഞാനാടി ഇത് ടീച്ചർക്ക് ഇത് ലില്ലിമോടെ ബർത്ത്ഡേ പ്രസന്റേഷൻ ടീച്ചർക്ക് വേണ്ട, ഇതൊന്നും വേണ്ട. അത് പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം കൂടാ. ഇത് സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമം തോന്നും. പ്രത്യേകിച്ച് ഇവിടത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഈ കുട്ടികൾ ദുഃഖിക്കും. ഇട്ടൂടെ മക്കളെ, ഇതെന്റെ വക, ഇതെന്റെ വക. എന്റെ കയ്യിൽ ഒന്നും തരാനില്ല, നന്ദി ഒഴികെ. ആ പോണ്ടേ, ഞാൻ കുട്ടപ്പനെ വിളിക്കാം. കുട്ടപ്പ, നല്ല ഭംഗിയുള്ള മാല. വല്ലവര് പുല്ലും ആയുധം. വിട്ടിട്ടും പറയാതിരിക്കണോ? അമ്മാവനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? പാർവതിഭായി ഈ സമ്മാനങ്ങൾ സ്വീകരിക്കരുതായിരുന്നു. അവര് വളരെ നിർബന്ധിച്ചമ്മാവ. എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കില്ല. സ്നേഹത്തിന്റെ മുൻപിൽ തോൽക്കാനല്ലേ കഴിയൂ? എങ്കിലും അത് വേണ്ടായിരുന്നു. എനിക്ക് സ്വർണത്തോട് ഒരു സ്നേഹവുമില്ല, ആഡംബരങ്ങളോടും. ഞാനെ തിരിച്ചു കൊടുക്കാം. വരട്ടെ, വാങ്ങിയ സമ്മാനങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല. ഞാൻ സൂചിപ്പിച്ചതിൽ കാര്യമുണ്ട്. ഓരോ സമ്മാനങ്ങളും ഓരോ കടപ്പാടാണ്. കടപ്പാടുകൾ വലിച്ച് തലയിൽ കയറ്റുന്നത് ബുദ്ധിയല്ല. സാരമില്ല, ഞാൻ നാളെ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. പാടില്ല. ഒരു തെറ്റിന് പ്രായശ്ചിത്തം മറ്റൊരു തെറ്റല്ല. അതല്ലാണ്ട് തകർത്തുകൊണ്ട് അയ്യോ, ആനക്കാര്യത്തിനിടയിൽ ചേനക്കാര്യം മറന്നു. കല്യാണക്കാര് വരുന്ന കാര്യം കൊച്ചമ്പാട്ടിയോട് ആരെങ്കിലും പറഞ്ഞോ? അതാണ് ഇവിടെ വേദ്യ ചേനക്കാര്യം. ഏതായാലും താൻ ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പറയൂ ലക്ഷ്മിബായി. എന്താ ചേച്ചി? സുഭദ്രയെ കാണാൻ നാളെ ചിലർ വരുന്നുണ്ട്. ആഹാ, ഹായ്. ഇന്ന് ഞാൻ എന്റെ ചേച്ചി ഒരുക്കിട്ടേ പോളൂ. ഒരു പേടിക്ക് പാർക്കുട്ടി. വെറുതെ ഇരിക്കാനോ? ഞാനോ? ഇവിടെ എന്താ ഇത്? മിണ്ടി പോരുത്. ഇനി ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചു. വേണ്ട പാർക്കുട്ടി, ഇതെന്റെ ചേച്ചിക്ക് നന്നായി ചേച്ചു. കൈ കാണിക്കേ. വേണ്ട പാർക്കുട്ടി, പറയുന്ന കേക്ക്. ബഹളം വെക്കരുതേ. ലക്ഷ്മിക്കുട്ടി ചേച്ചി, എന്താ പുതുപ്പണിനെ കാണാൻ വിളിച്ചല്ലേ? നോക്ക്, ഈ സാരൂടെ ആവുമ്പോഴേ ഇങ്ങനെ ഉണ്ടാവും. പെണ്ണാണ കാലത്തെ ഇത് ഒത്തുകൊണ്ടേ പോകാൻ കേട്ടോ. വരട്ടെ ചേച്ചി, വേഗം വരാം. കരയരുത് കേട്ടോ. ഇങ്ങനൊരു പെണ്ണ് ഇപ്പോൾ നിന്നേക്കാൾ സന്തോഷം അവൾക്കാ. കുട്ടപ്പനല്ലേ അവിടെ? അവിടെ ഒരു വണ്ടി ഇല്ലെന്നോ? ഇത്രയും വണ്ടി ഉണ്ടായിരുന്നിട്ട് ഒരു വണ്ടി പോലും ഇല്ലെന്നോ? ആ കുട്ടപ്പന ഇങ്ങോട്ട് വരാൻ പറ.
ഇങ്ങോട്ട് തന്നെ. ഇവിടെ വണ്ടിയില്ലെന്ന്. കുട്ടപ്പനെ കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇനി എപ്പ വരാനാ? നേരം അങ്ങ് പോന്നു. കോവിലകത്ത് കല്യാണക്കാർ വന്ന് കാത്തിരിക്കുക. ഞാനൊരു കാര്യം പറയാം. അച്ചായൻ തന്നെ പുള്ളിക്കാരിയെ കൊണ്ടുവിട്ടാച്ച് വന്നാട്ടെ. അതാ ബുദ്ധി. അച്ചായൻ ഒന്ന് എഴുന്നേറ്റാട്ടെ. എന്തൊക്കെ ആയാലും എന്നെ വെറുമൊരു ഡ്രൈവറാക്കി കളഞ്ഞല്ലോ. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ? എനിക്കിവിടുത്തെ ഒന്ന് രണ്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാനൊരു പാട്ടുകാരനല്ലെങ്കിലും പാട്ടിന്റെ ഒരു ആരാധകനാണ്. നല്ല പാട്ടുകൾ ശേഖരിക്കുന്നത് എനിക്ക് ഹോബിയാണ്. ഇപ്പൊ വേണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. നമുക്ക് ആലോചിക്കാം. നിങ്ങളെയൊക്കെ കാണണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമാണ്. അവളിപ്പോ വരും. ദാ വന്നല്ലോ. ചേച്ചി, ഞാൻ അല്പം വൈകിപ്പോയില്ലേ? ഡ്രൈവർ ഇല്ലായിരുന്നു, അതാ താമസിച്ചത്. ഇത് സുഭദ്രയുടെ അനിയത്തിയാണ്, പാർവതിബായി. മനസ്സിലായി. അമ്മ വരും, നമുക്ക് പോവാം. ആ, ഞാനും വരാം. ബസ് സ്റ്റാൻഡ് വരെ. പുതുപ്പെണ്ണെവിടെ? ഹായ്, സുന്ദരിയായിരിക്കുന്നു. സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. പൊടി ഹിപ്പ കണ്ടാൽ ആരായാലും റാഞ്ചി കൊണ്ടുപോകും. ഇല്ല ചേച്ചി? ചേച്ചി അവർക്ക് ഇഷ്ടപ്പെട്ടോ? അല്ലേലും എന്റെ ചേച്ചി ഭാഗ്യവതിയല്ലേ? പാർവതിഭായി എത്തിയോ? അമ്മാവൻ അവരെയൊക്കെ കണ്ടോ? കണ്ടു. ആ, 23 വർഷങ്ങൾക്ക് ശേഷം ഈ കോവിലകത്തൊരു വിവാഹം നടക്കാൻ പോവുകയാണ്. കഴിയുമെങ്കിൽ ഇത് കേമമായി നടത്തണമെന്നും ആശയുണ്ട്. അവരൊക്കെ പോയടോ പണിക്കരെ? അടിയൻ താൻ എന്താണ് ഒരുമാതിരി കഷായം കുടിച്ച പോലെ നിൽക്കുന്നേ? അടിയൻ ഇടോ, എന്തു പറ്റി? പിന്നെ ഒന്ന് പറഞ്ഞു തുറക്കടോ. ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. ഈ കോവിലകത്തെ കുറിച്ച് അവരെന്തൊക്കെയോ കേട്ടിരിക്കണത്രേ. പാർവതി തമ്പുരാട്ടി ഊർമി സുമലാളുടെ കാറിൽ വന്ന് ഇറങ്ങിയപ്പോ അവര് കേട്ടതൊക്കെ ശരിയാന്നാ പറഞ്ഞത്. എന്റെ ഗുരുവായൂരപ്പ, പോയി തൊലിയിട്ട ശവങ്ങള്. എന്റെ ചേച്ചിക്ക് അവരെക്കാൾ നല്ലവര് വരും. എന്തിനാ അവരെ ചീത്ത പറയുന്നത്? നീയും കുറ്റക്കാരിയല്ലേ? ചേച്ചി എന്ത് ചേച്ചി? അവരവര് നിൽക്കേണ്ട അടുത്ത് നിൽക്കണം. നീ ആ നസറാണിയോടെ വലിയ കാറിക്കയറി നടന്നിട്ടല്ലേ? പിന്നെ ആൾക്കാർ പറയാണ്ടിരിക്കൂ. അയ്യോ ലക്ഷ്മിബായി, അമ്മാവൻ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? മകം പിറന്ന മങ്ക എന്ന് പറഞ്ഞ് തോളിക്കേറ്റി വെച്ചുകൊണ്ട് നടന്നതല്ലേ? കുടുംബം രക്ഷിക്കുന്നല്ലേ പറഞ്ഞത്? രക്ഷിച്ചില്ലേ? മാനം കാത്തില്ലേ? ചേച്ചി, എന്റെ ചേച്ചിയാണോ ഈ പറയുന്നത്? നിന്റെയൊക്കെ ചേച്ചിയാണെന്ന് പറയുന്നതിന് എനിക്ക് നാണക്കേടാണ്. അത്രയ്ക്കൊന്നും പറയണ്ട. ആരും അത്ര വലിയ പുണ്യവതികളല്ലെന്ന് എനിക്കും അറിയാം. ലക്ഷ്മിബായി. ചേച്ചി, ചേച്ചി, ഞാൻ കാരണം എന്റെ ചേച്ചി ദുഃഖിക്കേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേച്ചിയെങ്കിലും എന്നെ വിശ്വസിക്കണം.
ടീച്ചർ. ഗുഡ് മോർണിംഗ്. വരൂ ടീച്ചർ, വരൂ. അമ്മച്ചി എവിടെ? അകത്തുണ്ട്. എന്ത് പറ്റി ടീച്ചർ? ആഹാ, ഇപ്പൊ ഒന്നേ ഉള്ളൂ. ടീച്ചറിന്റെ പൊട്ടോ എവിടെ? അത് മാഞ്ഞു പോയി മോളെ. അപ്പൊ കണ്ണിലെ പൊട്ടോ? അതും മാഞ്ഞു പോയി. ചേച്ചിയുടെ കാപ്പിടിയൊക്കെ കഴിഞ്ഞോ? ഇല്ല. ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഇവിടുന്ന് എന്ത് വിളിച്ചാലും വിരോധമില്ല. എന്താ പതിവില്ലാതെ കാപ്പൂടി കഴിഞ്ഞു ചോദിച്ചേ? നമുക്കൊന്നിച്ച് കഴിക്കാമെന്ന് കരുതിയിട്ടാ. ഞാൻ വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടപ്പം വന്നു. ആഹാ, വിശന്നിട്ടാണോ മുഖമില്ലാതെ വാടിയിരിക്കുന്നേ? നമുക്കൊന്നിച്ച് കഴിക്കാമല്ലോ. എടുക്കാൻ പറയട്ടെ? മേഴ്സി, ഇരിക്കൂ ഇരിക്കൂ. ഡാൻസ് നിർത്തി ക്യാരംസ് ആയോ? ഒരു മൂഡ് തോന്നിയില്ല, അതുകൊണ്ടൊന്ന് ക്ലാസ് വേണ്ടെന്ന് വെച്ചു. രാവിലെ തന്നെ ഞാനത് നോട്ട് ചെയ്തു. എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല. ഞാനൊരു ബിസിനസ്സുകാരനാണ്. എന്നോട് കള്ളം പറയരുത്. നുണ കേട്ടാൽ നുണയാണെന്ന് എനിക്കറിയാം. നേര് പറയൂ. ഒന്നുമില്ല. ദേ, ഇങ്ങോട്ട് നോക്കൂ. ക്ഷമിക്കണം, ഈ മുഖം കലങ്ങിക്കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എനിക്ക് സഹിക്കാനാവില്ല. ക്ഷമിക്കണം, ഈ മുഖം കലങ്ങിക്കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എനിക്ക് സഹിക്കാനാവില്ല. പാർക്കുട്ടി, എനിക്കിപ്പം വിഷമം തോന്നുന്നു. ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ തലയിലെഴുത്താണെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ ഒന്നിച്ച് ചിരിച്ചു കളിച്ച് നടന്നിട്ട് അതൊക്കെ പോട്ടെ ചേച്ചി. ആ, പാർക്കുട്ടി അറിഞ്ഞോ? ഇവിടെ എന്തോ ജപ്തിയൊക്കെ നടക്കാൻ പോകുന്നു. കോട്ടയിൽ നോട്ടീസ് വന്നിരിക്കുന്നു അത്രേ. അത് അമ്മാവൻ പാർക്കുട്ടിയോട് പറയാനിരിക്കുക. ആ, നാം പാർവതിഭായിയെ വിളിപ്പിച്ചത് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇത് കണ്ടോ, ജപ്തി നോട്ടീസാണ്. നിസ്സാര കാര്യമല്ല. നമ്മുടെ കോവിലകത്തിന്റെ മാനം. പാർവതിഭായിക്ക് മനപ്രയാസമുണ്ടെന്നറിയാം. നിസ്സാര കാര്യം, അത് പോട്ടെ. ഇത് നാം എല്ലാവരും കൂടെ ആലോചിക്കേണ്ട പ്രശ്നമാണ്. എന്താ ഒരു പോംവഴി? എനിക്കൊന്നും തോന്നുന്നില്ല. പാർവതിഭായി, അടിയൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്താടോ? നാടോടുമ്പോ നടുവേ ഓടണമെന്നാണല്ലോ. കൊച്ചമ്പ്രാട്ടി ഊർമീസുമോനോട് ചോദിച്ചാൽ കാര്യം നടക്കും. പണിക്കരെ, അടിയെ ഉണർത്തിച്ചതേ ഉള്ളൂ. എനിക്ക് പറ്റില്ല. ഞാനിവിടെ ജോലി ചെയ്യുന്നു, അയാൾ അതിന് പ്രതിഫലം തരുന്നു, അത്രേ ഉള്ളൂ. കടം ചോദിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇരിക്കൂ. മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ഒന്ന് ചെയ്യാം. അയാൾ പാർവതിഭായിയുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോട്ടെ. അപ്പോൾ നമുക്ക് നാണക്കേടുമില്ല. നോക്കൂ, വേണ്ടി വന്നാൽ ഈ കോവിലകം അയാൾക്ക് പണയം കൊടുക്കാമോളെ. കോവിലകം ജപ്തി ചെയ്യുന്നത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ല മോളെ. അതിനുള്ള കരുത്ത് ഈ കിളവനില്ല മോളെ.
പ്രിയപ്പെട്ട ഉറുമീസിന് എനിക്ക് അത്യാവശ്യമായി ഒന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ട് എന്ന് പാർവതി ഭായി. പുതിയ സ്റ്റെപ്പ് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ശരി. ടീച്ചർ നാളെ നേരത്തെ വരുമോ? ടാറ്റാ. കുട്ടപ്പ, എന്തോ ഞാൻ തന്ന കുറിപ്പ് കൊടുത്തോ? കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? മുതലാളി ഗസ്റ്റ് ഹൗസിലുണ്ട്, അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഗസ്റ്റ് ഹൗസോ? അതെ. അതെവിടാ? അതിവിടെ അടുത്താ. ഗുഡ് ഈവനിങ്. വരൂ വരൂ, നേരത്തിരിക്കാം. വരൂ. ഇവിടെ ഇരിക്കും. ഇതെന്താ ഇങ്ങനെ പായിച്ചു നിൽക്കുന്നത്? ഇത് നമ്മുടെ സ്ഥലമല്ലേ? ഇവിടെ നമ്മളല്ലാതെ മറ്റാരുമില്ല. എനിക്കൊരു വാച്ച്മാനുണ്ട്, അവൻ എവിടെ പോയിരിക്കുക. ഇവിടെ ആരും വരൂല. ഇരിക്കൂ, ഇരിക്കുന്നേ. ചായ. എന്താ ഒന്നും മിണ്ടാത്തത്? ഇതിന്റെ പേര് ഗസ്റ്റ് ഹൗസ് എന്നാണെങ്കിലും ഇവിടെ ഗസ്റ്റുകൾ ആരും അങ്ങനെ വരാറില്ല. ഇതെന്റെ ഒരു സ്വകാര്യ ലോകമാണ്. എന്റെ സ്ഥിരം അതിഥി സംഗീതമാണ്. ചിലപ്പോ ഇത്തിരി വിസ്കിയും, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ആൾക്കാരും. ഇരിക്കൂ, ഞാനിപ്പോ വരാം. പേടിച്ചുപോയി. എന്റെ ഓഫീസിലെ പ്യൂണാണ് ചെക്ക് പിടിക്കാൻ വന്നത്. അല്ല, ചായ കുടിച്ചില്ലേ? ഇപ്പൊ തണുത്ത ഐസ് മാതിരിയായി കാണും. കുറച്ചുകൂടി കുടിക്കാം. വേണ്ട. ഞാൻ ജയിച്ചു. ഇന്നിവിടെ എത്തിയതിനു ശേഷം ഒരു വാക്കെങ്കിലും സംസാരിച്ചല്ലോ. ഞാൻ വിചാരിച്ചു മൗനവ്രതമായിരിക്കുമെന്ന്. കുട്ടികളോട് ധാരാളം സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ആള് ഇവിടെ വന്ന് എന്നെ കണ്ടപ്പോൾ സംസാരിക്കുന്നതാണെന്ന് ഞാൻ. അവര് കുട്ടികളല്ലേ? ഞാനും കുട്ടിയാണെന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛനെങ്കിലും ആണല്ലോ. നമ്മളെല്ലാം ചിലപ്പോ ചില നേരത്ത് കുട്ടികളാകാറുണ്ട്. ഇവിടെന്നും. എവിടുന്ന്? റേഡിയോ ഇഷ്ടപ്പെട്ടു? നല്ല രസമുണ്ട്. എടുത്തോളൂ. എനിക്കെന്തിനാ? അവരെപ്പോഴും പാട്ടെങ്കിലും കേൾക്കാമല്ലോ. ഇനി പ്രസന്റ് ആയിട്ടിരിക്കട്ടെ. വേണ്ട, നേരെ ഒരുപാടായി. ഞാൻ വരട്ടെ. ആ, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. മടിക്കണ്ട. ഏത് കാര്യവും എന്നോട് തുറന്നു പറയാം. ദേ, എന്നോട് അന്യനായി കരുതരുത്. എന്നാലും ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്ന് അറിയാം. ആ, അതറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? എന്നോട് എന്തിനായി മുഖവരെയൊക്കെ? കാര്യം അങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ? സോറി. ഇത്രയുള്ളൂ സംഗതി. തൽക്കാലം ഇതൊന്ന് ശരിപ്പെടുത്തിയാൽ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാമല്ലോ എന്ന്
അമ്മാവും പറഞ്ഞു. അതുവരെ ഇതിവിടെ ഇരിക്കട്ടെ. പ്രമാണം. കൊട്ടാരം ജപ്തി ചെയ്യാതെ ഞാൻ നോക്കിക്കൊള്ളാം. അത് എന്റെ ഉത്തരവാദിത്വമാണ്. ദാ, വെച്ചോളൂ, വെച്ചോളൂ. ഇനി ഞാനൊരു വിസ്കി കഴിച്ചോട്ടെ. ഐ എം സോ ഹാപ്പി ടുഡേ. കാരണം എന്താണെന്നറിയാമോ? ഇവിടുന്ന് ആദ്യമായി എന്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന ദിവസമല്ലേ? എവിടുന്ന്? ഞാൻ അവിടുന്നൊന്നുമല്ല. എനിക്കൊരു പേരുണ്ട്. സോ ചിയേഴ്സ്. ഞാൻ വരട്ടെ. നേരം. എക്സ്ക്യൂസ് മീ, 1 minute. വരൂ, വരൂന്നേ. ആ ബാഗ് തരൂ. തൽക്കാലം ഇതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ നടത്താം. ഈശ്വര, എന്റെ കാവിലമ്മേ, യഥാ യഥാഹി ധർമ്മസ്യ. ഈ കോയിലകത്തിന്റെ ഐശ്വര്യം നിലനിർത്തുന്നത് പാർവതിഭായിയാണ്. ഈ കിളവന്റെ കഴിവുകേട് നികത്തുന്നതും നീയാണ് കുഞ്ഞെ. അമ്മാവൻ ഇങ്ങനൊന്നും പറയരുത്. ഞാൻ എന്റെ കടമ ചെയ്തു, അത്രേ ഉള്ളൂ. ലക്ഷ്മിഭായി കേൾക്കുന്നുണ്ടോ? ഉവ്വ്. എന്തു പറയുന്നു? പാർക്കുട്ടി, ഈ ചേച്ചിയോട് ക്ഷമിക്കണം. എന്ത് ചേച്ചി പറയുന്നത്? എന്ത് ക്ഷമിക്കാൻ? ഇതുകൂടെ കഴിച്ചു പാർക്കുട്ടി. എനിക്ക് മതി ചേച്ചി. അത് പറ്റില്ല, നല്ല ചൂടുണ്ട്. ഓ, ഈ ചേച്ചി കൊണ്ട് ഞാൻ തോറ്റു. കണ്ടോ ചേച്ചി, എന്തൊരു സ്നേഹം, എന്തൊരു ബഹുമാനം. അത് പിന്നെ അങ്ങനെ വേണ്ടേ? എന്തിനാ? പാർക്കുട്ടിയല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോ പാർക്കുട്ടിയുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്? ഓ, അങ്ങനെയാ. പണത്തിനാണ് വിലയല്ലേ? ഞാനത് അറിഞ്ഞിരുന്നില്ല. പണത്തിന് മാത്രം സ്നേഹിക്കുന്നവരെല്ലാരും. ഞാനിപ്പോ പാർക്കുട്ടിയെ വിളിക്കാം. പാർക്കുട്ടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരുങ്ങായിരുന്നു. കുട്ടപ്പനില്ല, ഞാൻ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നു. അമ്മാവൻ എവിടെ? മോളിലുണ്ട്, വിളിക്കാം. വേണ്ട വേണ്ട, ഞാൻ ചെന്ന് കണ്ടോളാം. ഒരുങ്ങിക്കോളൂ. ഇതെങ്ങോട്ടാ? വഴി തെറ്റിയോ? തെറ്റിയിട്ടില്ല, ഗസ്റ്റ് ഹൗസിലേക്ക്. വീട്ടിലാരുമില്ല. കുഞ്ഞനും കുട്ടികളും അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക. വൈകുന്നേരം തിരിച്ചു വരൂ. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോയി ഇത്തിരി ഇരിക്കാം ഒരുമിച്ച്. പക്ഷേ അറിയാത്ത ആളല്ലല്ലോ, അറിയാത്ത ഇടവുമല്ല. ഇത് വലിയ വിഷമമാണ്. പിറകോട്ട് നോക്കി നോക്കി വിടലി കഴിക്കുന്നു. വണ്ടി ഓടിക്കുകയും വർത്താനം പറയുകയും. എന്തിനാ തിരിഞ്ഞു നോക്കി വർത്താനം പറയണത്? വണ്ടി ഓടിച്ചാ പോരെ? എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നാ പോരായിരുന്നു. എന്റെ പാർക്കുട്ടി തമ്പുരാട്ടി, ഒന്ന് ഇങ്ങോട്ട് വന്നാട്ടെ. വരൂന്നേ, ഇവിടെ ഇരിക്കാം. ഇനി അങ്ങോട്ട് വഴിയിൽ ആരും ഉണ്ടാവില്ല. വരൂന്നേ, പ്ലീസ്.
വരുന്നേ. ഇത് ലേശം ഒഴിക്കട്ടെ. വേണ്ട വേണ്ട, എനിക്ക് ഓറഞ്ച് ജ്യൂസ് മതി. ഞാനിന്ന് എത്ര സന്തുഷ്ടനാണെന്നറിയാമോ? അല്ല, ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അവിടുന്ന് ഇവിടുന്ന് ഒന്നും വിളിക്കരുതെന്ന്. നിന്റെ പേര് പാർവതി എന്നാ, അല്ലെങ്കിൽ പാറുക്കുട്ടി. ഞാൻ എന്ത് പറഞ്ഞു വിളിക്കും? പേര് വിളിക്കണം, അല്ലാതെന്താ? മിസ് പാർവതി. നേരത്തെ പാടിയ ആ പാട്ട് കേട്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. വെറുതെ കളിയാക്കല്ലേ? കളിയാക്കുകയല്ല, ആത്മാർത്ഥമായി പറയുക. ആ പാട്ട് ഒന്നുകൂടി പാടാമോ? അങ്ങനെ സുഖിക്കണ്ട. ഒരു പാട്ട് ഒരു ദിവസം ഒരു തവണ. ഒന്നുകൂടി പാടില്ലേ? ഇല്ല. പാടിച്ചാലോ? പിന്നെ പാടിക്കും. അതിനാളിത് പോരാ. മതിയൊന്ന് ഞാൻ നോക്കട്ടെ. പറ്റിച്ചല്ലോ. ഞാൻ അറിയാതെ ഇത് റെക്കോർഡ് ചെയ്തില്ലേ? അതാണ് വേല. ശരി, ഞാൻ തോറ്റു. അത് നിർത്തുന്നേ പ്ലീസ്. നേര് പറഞ്ഞാൽ പാറക്കുട്ടിയുടെ ഈ ശബ്ദത്തിന് ഞാൻ അടിമയാണ്, ഈ മുഖത്തിനും. ക്ഷമിക്കണം. പിന്നെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന്. എനിക്ക് മാപ്പ് തരണം. എന്നാൽ ഞാനൊന്ന് പറയട്ടെ. ഈ പാട്ട് കേട്ടിരുന്നപ്പോ എനിക്ക് എന്താണ് തോന്നിയെന്നറിയാമോ? എന്താ? ഈ ശബ്ദം കേട്ട് കേട്ടിരുന്നങ്ങ് മരിച്ചാൽ മതിയെന്ന്. കേട്ട് കേട്ടങ്ങ് ജീവിച്ചാലോ? അതിനുള്ള ഭാഗ്യം ഈ ഉള്ളവനുണ്ടോ? ഹലോ. വന്നോ? എപ്പോ വന്നു? ഞാൻ ഉടനെ എത്തിയേക്കാം. എത്തിയേക്കാം. വീട്ടിൽ നിന്ന് കുഞ്ഞിനും കുട്ടികളും എത്തിയിട്ടുണ്ട്. വാ ചേച്ചി, നമുക്ക് അമ്പലത്തിൽ പോകാം. അത് നീ ഒന്ന് പിടിവിട്ടിട്ട് വേണ്ടേ? ഒന്ന് വിടുകൊടുക്കാൻ വിട്ടില്ല. പോയി കിടന്നിറങ്ങും മോളെ. മോള് ഡാഡിയുടെ അടുത്ത് കിടന്നു. അങ്ങനെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാലും തമ്പുരാട്ടിയുടെ കാര്യം കഷ്ടമല്ലേ ചായ? അല്ല, അവരുടെ ചേച്ചിയുടെ കല്യാണം മുടങ്ങി, പിന്നെ നമ്മൾ കൊടുക്കുന്ന ശമ്പളം അല്ലാതെ എന്താ ഒരു വരുമാനം? പിള്ളേർ ഉറങ്ങിയിട്ടില്ല. എല്ലാം ഉറങ്ങിയെന്നേ. എന്റെ പാറക്കുട്ടി, നേര് പറഞ്ഞാൽ ഈ ശബ്ദത്തിന് ഞാൻ അടിമയാണ്, ഈ മുഖത്തിനും. പാറക്കുട്ടി, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുതേ. ഡൽഹിയിൽ അവൻ തീരെ വിഷമത്തിലത്രേ. ഞാൻ മറക്കോ ചേച്ചി? മഹേന്ദ്രന് പൈസ അയക്കുന്ന കാര്യമല്ലേ? നാളെ തന്നെ ശരിയാക്കാം. ഹലോ, ആര്? കാഷ്യർ അല്ലേ? മഹേന്ദ്രവർമ്മയുടെ ഡൽഹി അഡ്രസ് അവിടെ തന്നെ കാണുമല്ലോ. 1000 രൂപ അയച്ചേക്കണം. ചെക്ക് പോരാ,
TMO ആയിട്ട് തന്നെ ഒന്ന് അയച്ചേക്കണം. അതെ, എന്റെ അക്കൗണ്ടിൽ തന്നെ. അപ്പോ അത് തീർന്നു. ഇനി എന്താ അടുത്ത പ്രശ്നം? ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് പിടിക്കാത്തത്, ഈ ഫോർമാലിറ്റീസ്. ഇപ്പോൾ ഞാൻ അന്യനാണല്ലേ? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഒരിക്കലും ഞാനൊരു അന്യനെ പോലെ വിചാരിക്കില്ല. എനിക്ക് ഞാൻ വളരെ ലക്കിയാണ്. സംശയമുണ്ടോ? നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനല്ലേ? പണമുള്ള കാര്യം ഇവിടുന്ന്. ഓ, ഐ എം സോറി മിസ് പാർവതി. അല്ല, എന്റെ രാജകുമാരി എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്റെ രാജകുമാരിയോ? ഓ, തീരെഴുതി വാങ്ങിയിട്ടുണ്ടാവും. ഈ ജന്മം മുഴുവൻ നമ്മൾ ഒരുമിച്ച് കഴിയും. നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല പാർക്കുട്ടി. ഒരു ഡ്രിങ്ക് കഴിക്കോ? വേണ്ട. ഞാനല്ലേ തരുന്നത്, കഴിക്കൂ പാർക്കുട്ടി. വേണ്ടെന്നേ. ശരി, എന്നാ എനിക്കൊരു ഡ്രിങ്ക് ഒഴിച്ചു തരൂ. എനിക്ക് വേണ്ടി ഒരു കവൾ കഴിക്കൂ. ഇതിന് മധുരം പോലും ഇല്ലല്ലോ. മദ്യത്തിന് മധുരമോ? ഈ മറുകാണ് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചത്. വേറെയുണ്ടോ മറുക? ധാരാളം. എവിടെ? തന്നെത്താൻ കണ്ടുപിടിച്ചോണം. ഈ മറുകിൽ ഞാനൊരു ഉമ്മ വെച്ചോട്ടെ? నిస నిస గస నిస గమ పమ గమ గమ పమ గమ పని సగ నిస గమ పమ గమ గమ పమ గమ పని సగ పని పమ 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 గమ గమ గస నిస గమ ప పని పమ 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 గమ గమ గస నిస గమ ప. മഴ മഴ മുകിൽ നിറയോ കുനു കുനു ചിഗുര മദനലാസ്യലഹരിയോ വന നിറയോ ഘന ഘന നീലിമയോ അലകടലിളകിയാടും അമൃത മഥനമോ. നിറയോ മഴ മഴ മുകിൽ നിറയോ കുനു കുനു ചിഗുര മദനലാസ്യലഹരിയോ വന നിറയോ ഘന ഘന നീലിമയോ അലകടലിളകിയാടും അമൃത മഥനമോ. നിറയോ മഴ മഴ മുകിൽ നിറയോ കുനു കുനു ചിഗുര മദനലാസ്യലഹരിയോ. ഭംഗികളിൽ രതിരസമെങ്ങുമൊഴുകുമേഘമൂർച്ചയിൽ അടിമുടിയൊരു ദാഹം ഉടലുലയും മേളം അസ്ഥികൾക്കുള്ളിലൊരു തിരുനാളം തിരുനാളം. കുറുനിറയോ മഴ മഴ മുകിൽ നിറയോ
കുനു കുനു ചിഗുര മദനലാസ്യലഹരിയോ നീൾമിഴികൾ പതയും നിർവൃതിയിൽ പിണയും നിഴലുകളുടെ പദവിന്യാസം നീൾമിഴികൾ പതയും നിർവൃതിയിൽ പിണയും നിഴലുകളുടെ പദവിന്യാസം അടിമുടിയൊരു ജാലം അതിലലിയും കാലം അസ്ഥികൾക്കുള്ളിലൊരു തീനാളം തിരിനാളം കുറുനിരയോ മഴ മഴ മുകിൽ നിരയോ കുനു കുനു ചിഗുര മദനലാസ്യലഹരിയോ. ഇന്ന് പാറക്കുട്ടിയുടെ ജന്മനാളല്ലേ, ഇതിരിക്കട്ടെ. ഇതെന്താ? ഈ കാറിന്റെ താക്കോൽ ഇന്ന് കൊണ്ടുവിടാൻ ഞാൻ വരുന്നില്ല. തനി ഓടിക്കാറായല്ലോ. താങ്ക്സേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചത് അത് നേരത്തെ തന്നില്ലേ? അത് പോരാ. പോരെന്ന് പറഞ്ഞില്ലേ. റൈറ്റ്. അപ്പോ നാളെ കാണാം. ഓക്കെ. ഗുഡ് മോർണിംഗ്. 5 മണിക്ക് ഡാൻസ് പോസിൽ. ഡാൻസ് പോസിലോ? കാപ്പി. ഇന്ന് വേണ്ട. വേണ്ടെന്നേ. നിർബന്ധമാണെങ്കിൽ വരും. അതാദ്യം അവിടുന്ന്. ശരി. പാർക്കുട്ടി എഴുന്നേറ്റോ? നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. പക്ഷെ എന്നെ ഒരാള് രാവിലെ വിളിച്ചുണർത്തി. തമ്പരാട്ടിമാര് എന്തു പറഞ്ഞാ ചിരിക്കുന്നതാണോ? ഒന്നുമില്ലടോ, ആ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്ക്. ഓ, ഇതാ മോളെ പ്രസാദം. വേണ്ടമ്മാവ, ഞാൻ കുളിച്ചില്ല, പിന്നെടുത്തോളാം. എന്താ, കാർ ഓടിക്കാൻ പോവാ? ഓടിക്കുന്നോ? എനിക്ക് പേടിയാ. ഇത്ര പേടിയോ? എടോ, വഴിയിലിറങ്ങിയപ്പോ ആൾക്കാർ പറയുന്നത് കേട്ടോ? അവസാനം ആ നസ്രാണിയുടെ ചോറുകൊണ്ട് മരിക്കാനായിരിക്കാം യോഗം. അതെ അതെ, ഇതിപ്പോ കാള കിടക്കും കയറോടും എന്നാണല്ലോ പ്രമാണം. നിർത്തുടേഭ്യ. വഴി മാറി കൊടുക്കുന്ന ഉർമീസ് തമ്പുരാട്ടി വരണം. ഓഹോ, ഉർമീസ് തമ്പുരാട്ടിയോ?
കാര്യങ്ങൾ കുറച്ച് സ്പീഡിലാ. അത് കൊള്ളാം. ഉറുമീസ് തമ്പുരാട്ടി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെ ഉറുമീസ് തമ്പുരാട്ടിയുടെ മുഖം ഒന്ന് കാണട്ടെ. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടാ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് എന്നെ നാണക്കേട്. വഴിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? മുള്ളിലയിൽ വീണാലും ഇല മുള്ളിൽ വീണാലും കേടാർക്ക എനിക്ക്. അല്ലാതെ ഇലക്കല്ലേ? എന്ന് പറഞ്ഞാലൊരു തമാശ. എനിക്ക് ചിരി വരുന്നില്ല. ഇല്ലേ ഇല്ലേ? അതെ, ഇന്ന് നമുക്കൊരു യാത്ര പോകാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ആ, നമ്മുടെ സുഭദ്രാഭായിക്ക് ഈയിടെ കല്യാണം ആലോചിച്ച തമ്പുരാനെ ഞാൻ അവിടെ ചെന്ന് കണ്ടിരുന്നു. കല്യാണത്തിന് അദ്ദേഹം സമ്മതിച്ചു. ഇനി എന്റെ പാറുക്കുട്ടി കൊട്ടാരത്തിൽ ചെന്ന് എല്ലാവരുമായിട്ട് ആലോചിച്ച് മുഹൂർത്തം നിശ്ചയിച്ചാൽ മതി. സന്തോഷമായി. എന്റെ പാവം ചേച്ചി രക്ഷപ്പെട്ടല്ലോ. എനിക്കാണ് ഏറ്റവും സന്തോഷം. ഞാൻ കാരണം ഒരിക്കൽ വിവാഹം മുടങ്ങിയതല്ലേ. പോരെങ്കിൽ എന്റെ പാറുക്കുട്ടിയുടെ പ്രധാന ചുമതല കഴിഞ്ഞല്ലോ. ഇനിയുള്ളത് മഹേന്ദ്രവർമ്മയുടെ പഠിപ്പിന്റെ കാര്യമല്ലേ. അത് നമുക്ക് ഈസി ആയിട്ട് സാധിക്കാം. കയറിയിരിക്കെ. അച്ചായ, സമയം എത്രയെന്നറിയാമോ? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അച്ചായൻ ഇതുവരെ എവിടായിരുന്നു? ഞാൻ എസ്റ്റേറ്റിലായിരുന്നു. പാതിര വരെ എസ്റ്റേറ്റിൽ എന്നാ കാണിക്കുമായിരുന്നു? ഞാനിത് മാറ്റിയിട്ട് വന്നേക്കാം. പിന്നെ ഇന്ന് വീട്ടിൽ നിന്ന് മാത്തുക്കുട്ടിച്ചായനും നാത്തൂനും പിള്ളേരും കൂടെ വന്നിരുന്നു. ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് സന്ധ്യ വരെ കാത്തിരുന്നിട്ടാ പോയത്. മാത്തുക്കുട്ടിച്ചായൻ പുതിയൊരു ബെൻസ് വാങ്ങിച്ചു. തൂവെള്ള, നല്ല രസമാ കാണാൻ. ഇന്നെന്നെ എല്ലാത്തിനും ഒരു മൂളല്. ഇപ്പൊ തീർത്ത് കത്തിച്ചാലോ? ഊണ് കഴിക്കണ്ടേ? ഞാൻ ഊണ് കഴിച്ചതാ. കണ്ടോ, ഞാൻ ഇത്രയും നേരം ഊണും വെച്ച് കാത്തിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് എന്നാ പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഈയിടെയായിട്ട് അച്ഛന് വലിയ മാറ്റമുണ്ട്. വീട്ടിൽ വന്ന കുഞ്ഞുങ്ങളെ കാണണമെന്നില്ല. ഓഫീസ് കാര്യങ്ങൾ ഒരു ശ്രദ്ധയുമില്ല. മുമ്പൊക്കെ എത്ര വൈകി വന്നാലും ഇവിടെ വന്നെ ഊണ് കഴിക്കാറുള്ളൂ. എനിക്കൊന്ന് ഉറങ്ങണം. പോയി വരും കുഞ്ഞുങ്ങളെ. കാവിലമ്മ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഓക്കെ മിസ്റ്റർ രാമവർമ്മ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ അറിയിക്കും. എന്നെ കുടുംബത്തിൽ അംഗമായിട്ട് കരുതിയാൽ മതി. താങ്ക് യു സർ. കയറിക്കോളൂ. നമുക്ക് പോകാം. എങ്ങോട്ട്? അതൊക്കെ കാറിൽ കയറിയിട്ട് തീരുമാനിക്കാം. ഇന്നൊരു നല്ല ദിവസമല്ലേ, നമുക്കൊന്ന് ആഘോഷിച്ചു. ഇപ്പൊ കഴിഞ്ഞത് നമ്മുടെ വിവാഹമല്ലല്ലോ. അല്ലേ? ഇപ്പൊ എങ്ങനെ പോവാ? അപ്പൊ ഞാൻ ആ ഗേറ്റിന് വെളിയിൽ കാത്തു നിൽക്കാം. നേരെ അങ്ങോട്ട് വന്നേച്ചാ മതി. ത്രേസ്യാമ്മ നാളെ വരുമോ പള്ളിയില്? ആ, ഞാൻ നാളെ വരും. എന്നെ കൂടെ വിളിക്കണേ? വിളിക്കാം. ഈ നേരത്താണെങ്കിൽ ഞാനും കൂടെ വരാം. കണ്ടോ? ഞാനെന്ന് പറഞ്ഞപ്പോ കുഞ്ഞിനങ്ങ് വിശ്വസിച്ചോ? കണ്ടോ?
എനിക്ക് അച്ചായനോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. അച്ചായന്റെ ഈ പോക്ക് നിർത്തണം. നീ എന്താ ഈ പറയുന്നത്? എന്നെയും പിള്ളേരെ വഴിയാധാരമാക്കരുത്. അച്ചായന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ തെളിച്ചു പറയാം. ഇവിടെ പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്ന ആ തമ്പുരാട്ടിയുടെ കാര്യമാ. എന്താ അവരുടെ കാര്യം? നാട്ടുകാർ പറയുന്നൊന്നും അച്ചായന്റെ കാര്യം വീഴുന്നില്ലേ? നാട്ടുകാർക്ക് എന്താ പറയാൻ വയ്യാത്തത്? അച്ചായൻ ചെയ്യുന്നതിനൊന്നും ഞാൻ ഇന്നോളം എതിര് നിന്നിട്ടില്ല. നിങ്ങൾ അവർക്ക് ധാരാളം പണം കൊടുത്തു, കൊട്ടാരം പുതുക്കി പണിതു, കാർ വാങ്ങിച്ചു കൊടുത്തു, ചേച്ചിയുടെ കല്യാണം നടത്തി. ഇതിനൊന്നും ഞാൻ എതിര് നിന്നില്ലല്ലോ. പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ലാതായ. എന്താ വെറുതെ ആളുകൾ അതും ഇതും പറയുന്ന കേട്ടുണ്ട്. ചുമ്മാ മനുഷ്യൻ. ആളുകൾ പറയുന്നൊന്നുമല്ല, ഞാൻ നേരിട്ട് കണ്ടതാണെങ്കിലോ. ഇന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ കണ്ട കാഴ്ച. എന്റെ കർത്താവ്, എനിക്ക് എന്റെ കർത്താവ് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു. ചേച്ചി എന്താ പതിവില്ലാതെ? തമ്പുരാട്ടി റെഡിയാണോ? ആ, കയറി ഇരിക്കുന്നില്ലേ? ഇല്ല, കുറച്ച് തിടുക്കമുണ്ട്. വരൂ. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. മനസ്സിലൊന്നു വെച്ച് പുറത്ത് മറ്റൊന്ന് പറയാൻ എനിക്കറിയില്ല. ചേച്ചി, എന്നെ ചേച്ചിന്ന് വിളിച്ചപ്പോ ഞാൻ സന്തോഷിച്ചു. അന്ന് തൊട്ട് ഒരനിയത്തിയോടെന്ന പോലെ ഞാനും പെരുമാറി. പക്ഷെ അനിയത്തി ഒരിക്കലും എന്റെ സ്ഥാനത്തേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ചേച്ചി, ഞാൻ പറയുന്നില്ല. ഒന്നും പറയണ്ട. ഞാൻ തൊഴുതു പറയുക, നിങ്ങൾ എന്നെ പിള്ളേരെ വഴിയാധാരമാക്കരുത്. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കുഞ്ഞുങ്ങളുടെ അപ്പച്ചന് എനിക്ക് വിട്ടുതരൂ. ചേച്ചി, ചേച്ചി കരയരുത്. ഇനി ഈ ബന്ധം തുടർന്നാൽ ഞാൻ ജീവനോടിരിക്കില്ല. എന്റെ മരണത്തിന് ദൈവം നിങ്ങളോട് പകരം ചോദിക്കും. ഹലോ. അതെ, ഒന്നുമില്ല. വേണ്ട വേണ്ട, എനിക്ക് നല്ല സുഖമില്ല. വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ഇല്ല, ഞാൻ വരും. നീ എവിടെ പോയിരുന്നു ഇതുവരെ? ഞാൻ ആ തയ്യക്കട വരെ പോയതാ. അച്ചായൻ ഇങ്ങോട്ടാ? ഞാന് നമ്മുടെ വക്കച്ച സുഖമല്ല കിടക്കയില്ലേ, ഒന്ന് വീട് പോയി നോക്കിട്ട് വന്നേക്കാം. എന്നിട്ട് ഇന്നലെ വക്കച്ചന്റെ കെട്ടുകളെ കണ്ടിട്ട് അവരൊന്നും പറഞ്ഞില്ലല്ലോ. അത് മറന്നതായിരിക്കും. എവിടെ പോയാലും അവിടെ പോകരുത്. എവിടെ? ആ കൊട്ടാരത്തില് പാർവതി ഭായിയെ കാണുകയും വരുത്. അത്രയല്ലേ ഉള്ളൂ. ഉണ്ണാനിങ്ങി വരുമല്ലോ, ഞാൻ കാത്തിരിക്കും. നീ ഊണ് കഴിച്ചോളൂ, ഞാൻ ചിലപ്പോ വൈകിയെന്ന് വരും. വൈകരുത്, ഞാൻ കാത്തിരിക്കും. വീട്ടിലേക്ക് പോകൂ, ചേച്ചി അവിടെ കാത്തിരിക്കും. എന്താ പാർക്കുട്ടി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയൂ, കുഞ്ഞെന്ന് എന്താ പറഞ്ഞത്? നോക്കൂ പാർക്കുട്ടി, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ബിസിനസ്സുകാരനാണെന്ന്. എന്നോട് കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാനൊന്നും പറയുന്നില്ല. വീട്ടിൽ പോകും ചേച്ചി. ഇതെന്താ കുടിക്കാത്തത്? എനിക്കിപ്പോ വേണ്ട, ഇനി കുടിക്കണ്ട. പോകൂ പ്ലീസ്. നോക്കൂ, എനിക്കാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞേക്കൂ. ഹലോ, അത് ഞാനാ. ഇല്ല ഇല്ല,
ശരി, ചേച്ചിയാ വിളിച്ചത്. പോകൂ. എനിക്ക് തോന്നി, പക്ഷെ ഞാനിപ്പോ പോകുന്നില്ല. പോകാൻ എനിക്ക് മനസ്സില്ല. പോകുന്നതാണ് നല്ലത്. ദയവ് ചെയ്ത് പോകൂ. മാത്രമല്ല, നമ്മുടെ ഈ അടുപ്പം ഇനി തുടരാൻ പാടില്ല. എന്നവൾ പറഞ്ഞു അല്ലേ? ആര്? പാർക്കുട്ടി, എനിക്കെല്ലാം അറിയാം. ഐ ആം നോട്ട് എ ഫൂൾ. നോക്കൂ, ഇനി കുടിക്കരുത്. ഞാനാ പറയുന്നത്. ഇവിടെ നിർത്തി കൂട്ടപ്പാ. കൂട്ടപ്പാ, വണ്ടി തിരിച്ചുവിട്. ഒന്ന് പോകൂ, പോകൂന്നേ. നോ 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 നോ, ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ പോവുക. ഇതാണ് എന്റെ വീട്. മൈ പാലസ്, മൈ പ്രിൻസസ്. ഹലോ, കൊടുക്കാം. കുട്ടപ്പനാ. എന്ത് അത്യാവശ്യം? അവനെ പോകാൻ പറ. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന്. എന്താ? എവിടെ? ഞാനിപ്പോ വന്നേക്കാം. എന്താ? എന്ത് പറ്റി? ഒന്നുമില്ല പാർക്കുട്ടി, ഞാൻ പോയിട്ടുടനെ വിളിക്കാം. അയ്യോ, എന്താണ് നടന്നത്? എന്റെ മുതലാളി, എനിക്കൊന്നും അറിയില്ല. കൊച്ചമ്മ കോവിലത്തേക്ക് വണ്ടി വിടാൻ പറഞ്ഞു. ഞാൻ വിട്ടു. അവിടെ ചെന്നപ്പോ മുതലാളിയുടെ വണ്ടി കിടക്കുന്ന കണ്ടപ്പോ വണ്ടി തിരിച്ചു വിടാൻ പറഞ്ഞു. കൊച്ചമ്മ വണ്ടിയിൽ നിന്ന് കരയായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഒരു ചാട്ടം. ദൈവസഹായം കൊണ്ട് കുഴിയിലേക്ക് പോയില്ല. മുറിവല്ലതുണ്ടോ? കാലിന് എന്തോ സംഭവിച്ച മാതിരി തോന്നുന്നു. ഞാൻ വേഗം തന്നെ വണ്ടിയിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. കുഞ്ഞനു, 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 കണ്ണു തുറക്കൂ കുഞ്ഞനു. വരൂ മക്കളെ. കുഞ്ഞനു, ഞാൻ വന്നു കുഞ്ഞനു. കുഞ്ഞനു, കരയാതെ മക്കളെ, കരയാതെ. ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് എന്നെ ചതിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കിയില്ലേ? വന്നു കയറി എന്റെ കുടുംബം നശിപ്പിച്ച തൃപ്തിയായല്ലോ. അല്ല, തമ്പുരാട്ടി കാഫിനെയും കുടിച്ചില്ലേ? അതിപ്പോ ആരും തടുത്തു കാണും. ആ ഉറുമീസിന്റെ കെട്ടികൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് പാർവതിഭായി അറിഞ്ഞു. ആരാണ് അതിന് ഉത്തരവാദി? ആരാണ് അതിന് ഉത്തരവാദി? ആരാണ് അതിന് ഉത്തരവാദി? അതിന് ഉത്തരവാദി ആരാണ്? ആ ഉറുമീസിന്റെ കുടുംബം തകർത്തത് നീ ഒരുത്തിയാണ്. നീയാണ് കുറ്റക്കാരി. നീ ഒരുത്തിയാണ് കുറ്റക്കാരി.
ഇത് മുതലാളി തന്നേച്ചതാ. എന്റെ പ്രിയപ്പെട്ട പാറുകുട്ടി, ക്ഷമിക്കണം. കാര്യങ്ങൾ ഇത്രത്തോളം എത്തുമെന്ന് ഞാനും കരുതിയില്ല. കുറ്റം എന്റേത് തന്നെ. ഞാൻ കുടുംബസഹിതം ഒരു നീണ്ട യാത്ര പുറപ്പെടുകയാണ്. സൗകര്യപ്പെട്ടാൽ വന്നിട്ട് കാണാം. ഇതോടൊപ്പം ഒരു ചെക്കുണ്ട്. ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാം, മടിക്കരുത് എന്ന് സ്വന്തം ഉർമീസ്. ഇതോടൊപ്പം ഒരു ചെക്കുണ്ട്. ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാം, മടിക്കരുത്. വിരഹിണി രാധിക തേടിയലഞ്ഞു വനമാലി നിന്നെ യമുനയിലേതോ വേദനയൊഴുകി യാമിനിയൊരു മിഴിനീർ കണമായി. ഈ മുഖം കലങ്ങിക്കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എനിക്ക് സഹിക്കാനാവില്ല. മഹേന്ദ്ര, ഇതെന്റെ ഫ്രണ്ട് ശ്രീധർ. നമസ്കാരം. ഇതിന്റെ ഡയറിയിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. തലശ്ശേരിയാ നാട്. ഞാൻ പോട്ടെ. ഉടനെ പോണോ? തിരിച്ചു വരാം ഉടനെ. ശരി. ബൈ. 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 നീ അങ്ങ് വളർന്നു പോയല്ലടാ മോനെ. കുഞ്ഞമ്മയും ഒരുപാട് മാറിയിട്ടുണ്ട്. എന്ത് മാറ്റം. നീ വാ. ചേച്ചി, ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. ചേച്ചി. മോനെ. അമ്മേ, അല്ല ഇതാരാ? എന്റെ പൊന്നു മോനെ. മോനെ, എന്ത് വേഷമാ മോനെ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെയാ ഇഷ്ടം. മുത്തച്ഛനും സുഭദ്ര കുഞ്ഞമ്മ എവിടെ? ആ മുത്തച്ഛൻ പോകുന്നുണ്ട്. മോനെ, നീ ഇതൊന്ന് കുളിച്ച് ഉടുപ്പൊക്കെ മാറ്റ്. അതിനിടയ്ക്ക് അമ്മ ചായ എടുക്കാം. കാർത്തിയായനി, ചായ എടുക്ക. ഞാനൊന്ന് അമ്മാവിനെ കണ്ടിട്ട് വരാം. എന്തൊരു വേഷാ തമ്പുരാൻകുട്ടി ഇത്. വന്നു കയറിയപ്പോഴേ എനിക്ക് തോന്നി വഴി തെറ്റിപ്പോയെന്ന്. വീടിന് മുൻപിലൊരു കാറ്, എല്ലാവരിലും ഒരു മാറ്റം. എന്താ വല്ല നിധിയും കിട്ടിയോ? ആ കാറെപ്പോ വാങ്ങി? നമ്മുടെ ആശാരിപ്പറമ്പ് മഹേന്ദ്രന് ഓർമ്മയുണ്ടോ? അവിടെ ആരോ താമസിച്ചിരുന്നില്ലേ? അവരെ ഒഴിപ്പിച്ചു. അത് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് കോവിലകം നന്നാക്കി, സുഭദ്ര ചേച്ചിയുടെ കല്യാണം കഴിപ്പിച്ചു. പിന്നെ കുറച്ച് കൃഷി ഇറക്കി കാറും വാങ്ങി. ഇതാ മോനെ പാല്. എനിക്ക് പാല് വേണ്ടെന്ന്, കട്ടൻ ചായ മതി. ഇടോ, ഇത് പണയം വെച്ച് കിട്ടാവുന്നിടത്തോളം പണം വാങ്ങിക്കൂ. ആരറിഞ്ഞാലും ഇത് മഹേന്ദ്രൻ അറിയരുത്. പിന്നെ ചേച്ചിയോട് ചോദിച്ച് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും വാങ്ങിക്കൂ. പണിക്കരേ, ഒരു കുപ്പി വിസ്കി വാങ്ങിച്ചോ. വിസ്കി? ഒരു കുപ്പി മദ്യം. തിരുവായിക്ക് എതിർവായില്ല.
ഇങ്ങോടും എന്നെയാണോ? ഇങ്ങ് വരാൻ. എന്താ ഇത്? എടുക്കാൻ. ഇത് ആർക്കാ? കുഞ്ഞമ്മ ഒന്നും പറഞ്ഞില്ല. എന്താ പണിക്കരെ, എല്ലാം കിട്ടിയോ? കിട്ടി. താൻ പോയിക്കോ. പോയിക്കോടോ. മഹേന്ദ്ര, എന്താ വൈകുന്നേരം പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ പുറത്തേക്ക് ഞാനും പോയി വന്നൂടെ? വേണമെങ്കിൽ കാർ എടുത്തോളൂ. ഇന്ന് ഞാൻ പുറത്തെങ്ങും പോണില്ല. ശരി, ഇത് കയ്യിലിരുന്നോട്ടെ. വേണ്ട കുഞ്ഞമ്മേ. എന്തെങ്കിലും പോക്കറ്റ് മണി വേണ്ടേ? ഇത് തീരുമ്പോ എന്നോട് പറയണം, മടിക്കണ്ട കേട്ടോ. എന്റെ മോൻ ഇതൊന്നും അറിയാതിരുന്നാ മതിയായിരുന്നു. നമ്മൾ ആരെങ്കിലും പറയാതെ അവൻ എങ്ങനെ അറിയാനാ? ചേച്ചി, 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 മഹേന്ദ്ര, എന്താ എത്ര വൈകിയ? ഞാൻ ഓഫീസ് കാര്യത്തിനായി വന്നതാണ്. അപ്പോഴാ സുഭദ്ര മഹേന്ദ്രവർമ്മയെ കാണണമെന്ന് നിർബന്ധം പിടിച്ചു. മോനെ, കുഞ്ഞമ്മേ, ഇതാണ് മഹേന്ദ്രൻ. ഹലോ. ഹലോ. മോനെ ഇതിന്റെ ഇളയച്ചനാണ്. മഹേന്ദ്രവർമ്മ എപ്പോ വന്നു? 2-3 ദിവസമായി. ഇരിക്കൂ. എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണം. കുഞ്ഞമ്മയ്ക്ക് സുഖം? ഞാൻ കുറച്ച് തിരക്കിലാണ്. സുഭദ്രേ, ഓ, നാളെ തന്നെ വരണം കേട്ടോ. ശരി. ഞാൻ വരട്ടെ മഹേന്ദ്ര. വരട്ടെ ചേച്ചി. നാളെ ഒന്നുമില്ല. ചോദിക്കട്ടെ, ഇവിടെ ഇരിക്ക്. ഡൽഹിയിലെ താമസമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഇത് കേടാണെന്ന് എനിക്കറിയായില്ല, ദുസ്വഭാവമാണെന്നും അറിയാം. പക്ഷേ ചേച്ചിക്കറിയാമോ, ഇതാണ് എനിക്ക് അല്പമെങ്കിലും ആശ്വാസം തരുന്നത്. ഉറക്ക ഗുളികകളാണ് എനിക്ക് അല്പമെങ്കിലും ഉറക്കം തരുന്നത്. പാറക്കുട്ടി, എന്റെ അനിയത്തി, ഞാൻ തകർന്നവളാണ്. ചേച്ചിക്കെങ്കിലും നല്ല കുടുംബജീവിതം കിട്ടിയല്ലോ. എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഇന്നത് ഈ കണ്ണീര് കുടിക്കുന്നത്. പാറക്കുട്ടി, അല്ല ചേച്ചി, ഞാൻ എന്റെ നാശത്തിലേക്ക് സ്വയം എടുത്തു ചാടിയതാണ്. എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല, ഭഗവാന് പോലും.
ചേട്ടാ, നിങ്ങളുടെ ഇവിടെ അല്ലേ ആദ്യനാട്ട് കൊട്ടാരം? അതെ, എന്താ? അവിടെ ഒരു ഉഗ്രൻ തമ്പുരാട്ടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഉഗ്രം ചരക്കാണ്. ആഹാ. പിന്നെ അവിടെ കയറി കൊട്ടാൻ നോക്കണ്ട. അല്ലെങ്കിൽ ആദ്യം പോയി മറ്റൊരു ഉറുമീസ് മുതലാളിയായിട്ട് വാ. എന്നെയും നിന്നെയും പോലെയുള്ള ആപ്പോപ്പുകൾക്കൊന്നും കിട്ടുന്ന ചരക്കല്ല. 50, 100, 1000 ഒന്നുമല്ല, ലക്ഷങ്ങളുണ്ടെങ്കിലേ പോകാൻ നോക്കൂ. പക്ഷെ ഇപ്പോഴല്ല. ഉറുമീസ് മുതലാളി ഉപേക്ഷിച്ചപ്പോ ആകെ അങ്ങ് ക്ഷീണിച്ചു. എന്നാൽ ഒരു ആയുഷ്കാലം ജീവിക്കാനുള്ള പിടികിട്ടുണ്ടെന്നോ നാട്ടുകാർ പറയുന്നത്. അപ്പൊ ഉഗ്രനാണ്. ഉഗ്രനാണെന്നോ കണ്ടാലുണ്ടല്ലോ ആ നിമിഷം എന്തെങ്കിലും പ്രത്യേകത കാണും. അതല്ലെങ്കിൽ ഉറുമീസ് മുതലാളി ലക്ഷക്കണക്കിന് കൊടുക്കും. അത് ശരിയാ. തമ്പുരാനിയുടെ മോനൊരുത്തം ഡൽഹിയിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പൊ അവനെ കയ്യിലെടുത്ത കാര്യം നടക്കും. അത് ഐഡിയ ആണല്ലേ? പേരെന്തോന്നാ? മഹേന്ദ്രൻ എന്നാ തോന്നുന്നത്. മഹേന്ദ്രനോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ എന്റെ ക്ലാസ്മേറ്റ് ആയിരിക്കണമല്ലോ. അപ്പൊ കാര്യം ഈസി ആവല്ലോ. ഒപ്പിക്കാം. അവരെ പിടിച്ചാൽ മഹേന്ദ്ര, നിനക്ക് എന്ത് പറ്റി? ഞാനിവിടുന്ന് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. എന്താ എന്താ നിന്റെ മുഖത്ത്? പട്ടണത്തിലെ ബാറിൽ വെച്ച് ഞാൻ കുറെ പേരെ തല്ലി. ഇനിയും തല്ലേണ്ടി വരും. എന്തിന്? കുഞ്ഞമ്മയുടെ ചരിത്രം പറഞ്ഞു. മഹേന്ദ്ര, മഹേന്ദ്രൻ ഇവിടുന്ന് പോകുമ്പോൾ ഈ കോവിലകത്തിന് പഴയ പ്രതാപത്തിന്റെ ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 3 സ്ത്രീകളും. കുഞ്ഞമ്മയെ പറ്റി ഞാൻ കേട്ടതൊക്കെ ശരിയാണോ മുത്തച്ഛ? മുത്തച്ഛനോട് ഉണ്ടായിരുന്നില്ലേ? ഒരാൾക്ക് എല്ലാ കാര്യവും എല്ലാ കാലത്തും നോക്കാൻ ഒക്കുമോ മഹേന്ദ്ര? ഇങ്ങനെ സമ്പാദിച്ച കാശ് കൊണ്ടായിരുന്നെങ്കിൽ എനിക്ക് പഠിക്കണ്ടായിരുന്നു, എനിക്ക് ജീവിക്കണ്ടായിരുന്നു. മഹേന്ദ്ര, മഴ മഴ ഈ മഴയുടെ നിറം എന്താണെന്നൊക്കെ പറയാം. നീല മഴ, കറുപ്പ് മഴ. ഈ മഴയ്ക്ക് നിറമേ ഇല്ല. മഴ ഈ മഴയ്ക്ക് 7 നിറം, 7000 നിറം, 7 കോടി നിറങ്ങളുണ്ട്. രക്തത്തിന്റെ കൂടെ മദ്യം കഴിച്ചു പുറകാൻ നിന്നു. നിനക്കോ? ഞാൻ ഭാരതപ്പുഴം പുഴയുടെ തീരത്ത് പെണ്ണുങ്ങളെ കണ്ടു. പെണ്ണെന്ന് പറഞ്ഞാൽ സുന്ദരികൾ, അതിസുന്ദരികൾ, അതിസുന്ദരികൾ. നിനക്കറിയാമോ, ഞാനിവിടെ ഒരു അന്യനാണ്. ഞാൻ ഇങ്ങോട്ട് വന്നു എന്നെ അബദ്ധമായിപ്പോയി. അതൊക്കെ പോടെ,
ഈ മഴയും ഈ പുതുമണ്ണിന്റെ ഗന്ധവും എല്ലാം കൂടി എന്നെ മത്ത് വേദിക്കും. ഐ ഫീൽ സെക്സ്. എനിക്ക് പെണ്ണ് വേണം. പെണ്ണുമല്ലേ ഞാൻ തരാം പെണ്ണ്. എവിടെ എവിടെ? ആരാത്? മഹേന്ദ്ര വർമ്മ. മഹേന്ദ്ര. എടാ, ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വേശിയാണ്. ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വേശിയാണ്. എന്തോടെ കാണിച്ച്? ആരാ നീ? ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വേശിയാണ്. ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വേശിയാണ്.